ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജ് വെക്കത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിലും പിള്ളേർ വന്ന് എടുത്ത് കഴിക്കും. അപ്പോൾ അവരെത്ര കഴിക്കിയാലും അതിനകത്ത് അതൊന്ന് ക്ലീൻ ആവത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ക്ലീനാക്കി ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ അവരെടുത്ത് കഴിച്ചാലും നമുക്ക് ആ ടെൻഷനില്ല. അപ്പോൾ നമ്മൾ ഒരു ബൗളെടുത്ത് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് വിനീഗറും ഉപ്പും കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഒരു സോക്ക് ചെയ്ത് ഒരു 2 മണിക്കൂർ വെക്കും. അപ്പോഴത്തേക്ക് അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ട്രോബെറി എടുത്ത് നമ്മൾ സ്ട്രോബെറിയോ ബ്ലൂബെറി എല്ലാ സാധനങ്ങളും നമ്മൾ നല്ല വെള്ളത്തിനകത്തോട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി അതിനകത്ത് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളൊരു ടർക്കിയോ ടവലോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് എടുക്കുക. അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് അങ്ങ് ചീത്തയായിപ്പോൾ. സോ അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്തൊരു ടിഷ്യൂവും കൂടെ വെച്ചിട്ട് ഇതങ്ങ് വെച്ചാൽ മതി. അപ്പം നമുക്കൊരു 1-2 ആഴ്ചയൊക്കെ ഈ സ്ട്രോബെറി കേടാകാതിരിക്കും. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രതിഭാസം സംഭവിക്കത്തില്ല. ഇത് കൂടിപ്പോയ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനത്തെ എല്ലാത്തിൻ്റെയും പരിപാടി കഴിയും. അപ്പം പിന്നെ ഞങ്ങൾ വാങ്ങിച്ച നമ്മുടെ ഇപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മറ്റേ ഓറഞ്ച്, പിന്നെ പാഷൻ ഫ്രൂട്ട് അതെന്ന് പറഞ്ഞാൽ മറ്റേ പുളിയില്ലാത്ത പാഷൻ ഫ്രൂട്ട്, അകത്ത് മറ്റേ വെള്ള ഇത് വരുന്നുണ്ടല്ലോ, അത് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ച പപ്പായ പിന്നെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. പക്ഷെ അത് കാക്കയും വവ്വാലൊക്കെ വന്ന് കഴിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ഇച്ചിരി വിളഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ച് എന്നിട്ട് പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ല അതേപോലെ തന്നെ മഞ്ഞക്കളർ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ കുറേ നാളുകൊണ്ട് അതിനകത്തുനിന്നൊരു പപ്പരയ്ക്ക കഴിക്കാനായിട്ട് കാത്തിരിക്കുക. പക്ഷേ ഇന്നാണത് സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഇത് എനിക്ക് അടുക്കളയിൽ പാത്രം കഴുകുന്നതും ഇതിൻ്റെയൊക്കെ കാട്ടി ഇഷ്ടം ഈ റീസ്റ്റോക്കിങ്. അത് ഞാൻ എത്ര നേരം വേണമെങ്കിലും നിന്ന് ചെയ്തോളൂ. അതെനിക്കെന്തോ ഒരു പ്രാന്ത് പോലെയാണ്. നമ്മൾ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ ഈ ഗ്രോസറീസൊക്കെ വാങ്ങിക്കുമല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പൊടികളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക, കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. അതൊക്കെ ഒരു പ്രത്യേക എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സന്തോഷമാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ പിള്ളേർ വന്ന് കയറി കഴിച്ചാലും കുഴപ്പമില്ല. ഇത് ഞാൻ പാഷൻ ഫ്രൂട്ട് പറഞ്ഞത്. ഇനി ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ തന്ന കുറച്ച് നട്ട്സും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇത് നമ്മൾ എറണാകുളത്ത് നിന്നാണ് വാങ്ങിച്ചത്. അപ്പം രാവിലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഡ്രൈ പ്ലംസ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല രസമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ്സ്. അപ്പോൾ ഇത് രണ്ടും മറ്റേ ഈ വാട്ടർ കണ്ടൻറ്റുള്ള, അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിനകത്ത് എടുത്ത് അടച്ചു വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ഇതെല്ലാം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം വേണേ. അപ്പോൾ റോസ്റ്റഡ് കാഷ്യൂസ്, കുറച്ച് ആൽമണ്ട്, കുറച്ച് പിസ്ത, എല്ലാം സോൾട്ടഡ് ആട്ടോ. എനിക്ക് സോൾട്ടഡ് ആയിട്ടുള്ള നട്ട്സേ ഇഷ്ടമുള്ളൂ. എനിക്ക് അല്ലാതെ പ്ലെയിൻ വാങ്ങിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ വാൽനട്ട് ഇതെല്ലാം ഇട്ട്, അപ്പോൾ ഞാനിതെല്ലാം ഒരുമിച്ചിട്ടതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം നട്ട്സ് എടുത്ത് കഴിയുമ്പോൾ ഈ ബദാം മാത്രം കണ്ണും തള്ളി കിടക്കും. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി എടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് റീസ്റ്റോക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.